Someone is helping him. വെൽക്കം ബാക്ക് ടു JK. നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് പേട്രിയോട്ട് മൂവിന്റെ ഒഫീഷ്യൽ ട്രെയിലറാണ്. സംഭവം വന്നിട്ട് 2 ദിവസം ഏകദേശം ഈസ്റ്ററിന് അന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, അത് കഴിഞ്ഞിട്ടും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇത് നമ്മളുടെ മലയാളത്തിൽ നിന്ന് വരുന്ന ഒരു നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പടമാണ്. എസ്പെഷ്യലി ഇവർ രണ്ടുപേരും, അതായത് നമ്മുടെ മമ്മൂക്കയും മോഹൻലാലും, ഇവർ രണ്ടുപേരും ആഫ്റ്റർ എ ലോങ് ടൈം ഒരുമിച്ച് വരുന്ന മൂവി എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. അതാണ് മലയാളത്തിന്റെ ബിഗ് ഗെയിംസ് ഒന്നിക്കുന്ന ഒരു പടം, അതും മൾട്ടി സ്റ്റാർ പടം. ബിഗ് ഗെയിംസ് മാത്രമല്ല, മൾട്ടി സ്റ്റാർ ആണ്. കാരണം നയൻതാര ഉണ്ട്, പിന്നെ ചാക്കോച്ചൻ ഉണ്ട്, ഉണ്ട്, രേവതി മാം ഉണ്ട്. അങ്ങനെ ഒരു വലിയ ഇവരൊക്കെ ശരിക്കും എനിക്കൊന്ന് കുറെ ഗ്യാപ്പിന് ശേഷം ഒരുമിച്ച് എല്ലാവരും കൂടി ഒരു സിനിമയിലോട്ട് വരുന്നത്. ഇവൻ നയൻതാര അടക്കം അല്ലെ കുറെ സിനിമയിൽ വന്നിട്ട്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ വിത്ത് മഹേഷ് നാരായണൻ എന്ന് പറഞ്ഞാൽ അത്രയും ഡിഫറെന്റ് ആയിട്ട് മൂവീസ് എടുക്കുന്ന ഡയറക്ടർ. അപ്പോൾ ഫുള്ളി ഒരു കമേഴ്ഷ്യൽ മൂവി മാത്രമായിരിക്കില്ല, എന്തെങ്കിലും ഒരു സ്ട്രോങ് കണ്ടന്റും ആ ഒരു ഡയറക്ടറിന്റെ പടത്തിൽ എന്തായാലും ഉണ്ടാവും. സുഷിൻ ശ്യാമാണ് മ്യൂസിക്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ ടീസറോ എന്തോ ഇറങ്ങിയ സമയത്ത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല നീ, അല്ലേ? അതായത് നീ ഫുള്ളി ആയിരുന്നില്ലല്ലോ? നിങ്ങളായിരുന്നു? ഞാൻ കുറച്ചായിരുന്നു. കുറച്ചെന്ന് വെച്ചാൽ മറ്റേത്, അതായത് നീ എക്സ്പെക്ട് ചെയ്ത ഒരു മറ്റേ 2020 ഞാൻ കുറച്ചും കൂടി പുതിയൊരു പടത്തിന്റെ സ്റ്റൈലിൽ ഒരു എന്തോ ഒരു സുഖമുണ്ട്, ഫീൽ ഉണ്ട് എന്നുള്ളൊരു സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും പറഞ്ഞിരുന്നു അങ്ങനെ ഫുള്ളി ഇതല്ല, പക്ഷെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടുവെക്കാം എന്താന്നുള്ളത്. എന്തായാലും ഇപ്രാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ വൈകിയാണ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? കണ്ടുവെക്കാം. റെഡി? ഒരു ലോഡ് ആൾക്കാർ അല്ല, ഇവര് കൂടാണ്ട് താഴെ എന്തൊക്കെയുണ്ട് കുറെ അല്ലേ? തുടങ്ങാം. ഇത് ആരാണത്? ഇത് സൈഡിൽ ആരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ? അറിയില്ല. അല്ലേ? என்னோட டவுன்ல ஆத்தரைஸ் பண்ண ஒரு சாஃப்ட்வேர், அதை எப்படி சிவிலியன் கேஸுக்கு யூஸ் பண்றது உங்களுக்கு ஞாபகம் தான். Wow, score. The next revolutionary service from Shakti Solutions. Samaj Seva, the social evaluator. പണ്ടല്ലേ കുറച്ച് വലുതാണല്ലോ. Note number 112. നിബന്ധന, നിങ്ങളുടെ ഫോണിൽ ഒരൊറ്റ ക്ലിക്ക്. ടെക്നോളജി. I don't know what is happening with my phone. ടെലിസ്കോപ്പ് ശക്തിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി കേട്ടോ. ഈ പ്രോഗ്രാം അവരെ സീക്രട്ടലി വാച്ച് ചെയ്യുന്നുണ്ടോ? ടെലിസ്കോപ്പ് ഈസ് എൻ ഇമ്പോർട്ടന്റ് പ്രോഗ്രാം. പ്രൈവറ്റ് സെക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ടൂൾ. Listen, Mike, she has some sensitive information for me to share. അയക്കാൻ പാടില്ലാത്ത ഏതാണ്ട് ഒരു ലാപ്ടോപ്പിൽ നിന്ന് അയച്ചെന്ന പോലീസ് പറയുന്നു. Is that similar to Periscope? പടം വേറെ അല്ലേ? Issue a lookout notice for Dr. Daniel James. മലയാളം പോലെ ഇല്ല. I think my phone has been compromised. He's turned out to be a traitor. Inspired by it. So the passenger has taken the opposite exit and he's going to the next terminal. How's that possible? Daniel ഒരിക്കലും ഇന്ത്യയിലേക്ക് പോവില്ല. His life is under threat there. Wherever he is, find me Daniel right now. Daniel has something എന്തൊക്കെ ചെയ്തു, ആരൊക്കെ കണ്ടു, I will play the video, each and everything. ജിയോ ഒന്നും സംഭവിക്കില്ല. Someone is helping him. Someone is helping. ഞങ്ങളുടെ സൗഹൃദം തുടങ്ങിയിട്ട് ഇന്നേ വരെ ആവശ്യപ്പെട്ടില്ല. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ ചോദിക്കാതെ സഹായിക്കുന്നതല്ലേ സാർ ഒരു ഫൗജിയുടെ രീതി. സ്റ്റൈലിഷ് സ്റ്റൈലിഷ് ഭയങ്കര. മറ്റേതല്ലേ ഇത്? അല്ല. എന്താണത്? നമ്മൾ ഒരുമിച്ചല്ലാൻ തുടങ്ങിയത്. ഇവരാണോ വില്ലന്മാര്? He's a fucking trained bastard. എങ്ങനെ
എൻഗേജിങ് ട്രെയിലർ, എല്ലാം ഉണ്ട്. ಸರ್ ನೀವು ಟೆರರಿಸ್ಟ್ ಆಫ್ ಪೊಲೀಸ್ ಸರ್. Patriot. ഓ സ്റ്റാർകാസ് മോനെ, തിയേറ്റർ കത്തും കൺഫേം. ഈ ഒന്ന് അനുപമ പരമേശ്വരൻ ഉണ്ടോ ഇതിനകത്ത്? ഉണ്ടായിരുന്ന ചെറിയ എന്തെങ്കിലും ക്യാമിയോ ആയിട്ട്? അല്ല, ആ അവസാനം എഴുതി കാണിച്ചപ്പോഴേ അല്ലേ, അതൊരു തിയേറ്റർ. ഇതില് അതായത് നമ്മളുടെ മലയാളം യൂഷ്വലി വരുന്ന ട്രെയിലേഴ്സിനെ പോലെയല്ല, ഭയങ്കര ഒരു ഹോളിവുഡ് ടച്ച് ഒക്കെ ഉണ്ട്. അതായത് നമ്മള് പ്രത്യേകിച്ച് മമ്മൂക്ക ലാലേട്ടൻ നിന്നിട്ട് ഈ ഒരു സംഭവം അല്ല ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളൊരു ഭയങ്കര ഒരു മാസീവ് സാധനമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇതിനകത്ത് വന്ന സമയത്ത് ഭയങ്കര ഒരു നമ്മൾ എന്താ പറയാ, നമുക്കൊരു ഭയങ്കര ക്വാളിറ്റി സാധനം. അതായത് നാടനല്ല ഇത്, ഇത് നാടനല്ല. അതാ എനിക്ക് തോന്നിയേക്കണം. കുറച്ച് എനിക്ക് ആ ഒരു വേട ഉപയോഗിക്കാൻ തോന്നുന്നത്. നാടൻ സംഭവമല്ല, മലയാളത്തിലുള്ള സിനിമയല്ല ഇത്. ഇത് കുറച്ചും കൂടി ഒരു ഹോളിവുഡ് ബോളിവുഡ് ടച്ച് ഉള്ള. കാരണം ബോളിവുഡിൽ തന്നെ ചില സമയത്ത് ഈ ഒരു കുറച്ചൊരു മിഷൻ ടൈപ്പ് മൂവീസ് ഒക്കെ വരുമല്ലോ. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ പഠാൻ പോലത്തെ മൂവി, അങ്ങനെയുള്ള മൂവീസിലൊക്കെ വരുമ്പോൾ ഒരു ടോപ്പിക്ക് ആ കാണിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടാവില്ല, മേക്കിംഗ് സ്റ്റൈലൊക്കെ, ഒരു ആക്ഷൻ കോറിയോഗ്രഫി ഒക്കെ അങ്ങനെയായിരിക്കും. അതിൻ്റെ ഒരു മോഡ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മൂവീസിൽ വരുന്ന ഒരു മോഡ്, ആ ഒരു മോഡാണ് ഈ മൂവിയിൽ പിടിച്ചത്. അറ്റ് ദ സെയിം ടൈം ഇവർ രണ്ടുപേരുടെ ഏജ് കറക്റ്റായിട്ട് കാണുന്നുണ്ട് ഇതിനകത്ത്. അതായത് യൂഷ്വലി പടത്തിൽ വരുമ്പോൾ എന്ന് വെച്ചാൽ ഇവർ ഏകദേശം ഒരേ പ്രായമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ചിട്ടൊക്കെ അല്ലേ കാണിക്കുക. പക്ഷെ ഇത് അതിനകത്ത് ഇവർ രണ്ടുപേരുടെയും റിയൽ ഏജ് അതിനകത്ത് കാണിക്കുന്നത്. അവർക്ക് അത്രയും ആ ഒരു പ്രായത്തിൽ വരുന്ന ലുക്കില്ലേ, അത് കറക്റ്റായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആ ഒരു ത്രില്ലിങ് എലമെന്റ്സ്, പ്രത്യേകിച്ച് ഫഹദ് ഫാസിലൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഒബിയസ്ലി ആൾക്ക് നല്ലൊരു വില്ലനായിട്ടും ചെയ്യാൻ പറ്റും. എല്ലാം പോവും ആളുടെ കയ്യിൽ. ഇവൻ കുഞ്ചാക്കോ ബോബൻ ആണെങ്കിലും. അപ്പോൾ നമുക്കതൊരു ഒരു ചെറിയൊരു ഭയങ്കര ഒരു ത്രില്ലിങ് സംഭവം ഓൾറെഡി ഇട്ട് തന്നെ ഏകദേശം ഇതിനകത്ത് തന്നെ ഓൾമോസ്റ്റ് എല്ലാം റിവീൽഡ് ആണ്. സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് എന്താണെന്നുള്ളതൊക്കെ. അപ്പം അത് നമുക്ക് കാണാനായിട്ട് അതൊരു വിഷ്വലി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഈ ഒരു ട്രെയിലറിലൂടെ അവർ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഭയങ്കര ഒരു എൻഗേജ്മെന്റ് ആയിരിക്കും മൊത്തത്തിൽ ആ ഒരു പടത്തിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇവരുടെ ഈ ഒരു ഭാഗവും അത്യാവശ്യം നന്നായിട്ട് തന്നെ കാണിക്കാൻ സാധ്യതയുണ്ട്, ഇവരുടെ ആ ഒരു ബോണ്ടിങ്. അതായത് കറക്റ്റ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു റോ റിയലിസ്റ്റിക് ഫീൽഡിനകത്ത് ഒരു സിനിമാറ്റിക് മോഡ് പിടിച്ചിട്ടുള്ളൊരു, പക്ഷെ ആ ഒരു സ്റ്റൈലിഷ് ഒട്ടും കുറയുന്നില്ല. സ്റ്റൈലിഷ് മോഡാണ് കുറച്ചും കൂടി പിടിച്ചേക്കണം അല്ലേ. കാരണം അവർ ആ ഒരു ഷെയ്ഡ് ആണെങ്കിലും കളർ ടോൺ ആണെങ്കിലും എല്ലാം ഒരു, പിന്നെ അതുപോലെ തന്നെ ടോപ്പിക് ആണെങ്കിലും ടെക്നോളജിയും ഉപയോഗിക്കുന്നുണ്ട്. മഹേഷ് നാരായണൻ ആയതുകൊണ്ട് തന്നെ ഷുവർലി കുറച്ച് എയർ സംഭവങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. നമ്മൾ ആ ഒരു ഫ്ലൈറ്റിന്റെ ഒക്കെ കാണിച്ചല്ലേ, അപ്പോൾ ആ ഒരു സംഭവങ്ങൾ. പിന്നെ എനിക്ക് ആകെ ഒരു മിസ്മാച്ചിങ് ആയിട്ട് തോന്നിയത് നയൻതാരയുടെ വോയിസ് ആണ്. അയ്യോ, അത് സ്റ്റാർട്ടിങ് തന്നെ കാണിച്ചപ്പോഴേ, പ്രത്യേകിച്ച് എന്താ പറയാ, നമ്മള് KGF കണ്ട സമയത്ത് ലെനയുടെ വോയിസ് എത്ര നന്നായിട്ട്, ലെനയുടെ വോയിസ് ഭയങ്കര നല്ലതാണ്. പക്ഷേ അത് നയൻതാരയ്ക്ക് അധികം സൂട്ടാവാത്ത പോലെ തോന്നിയായിരുന്നു. പ്രത്യേകിച്ച് KGF ആൾക്ക് കൊടുത്ത സമയത്ത്, രവീന ടണ്ടന് കൊടുത്ത സമയത്ത് ഒക്കെ നന്നായിരുന്നു. നമുക്ക് ആദ്യം കേട്ടപ്പോൾ ചെറിയൊരു തോന്നിയായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് ആ പടത്തിൽ കേട്ട സമയത്ത് ഭയങ്കര ഒരു സ്ട്രോങ് ഫീൽ. അതായത് ആ ഒരു ഏജിലുള്ളവർക്ക് അത് കൊടുക്കണം. ഇപ്പൊ നയൻതാരയ്ക്ക് ഇപ്പൊ എത്ര ഏജ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് നയൻതാര ഈസ് ഓൾവേസ് നയൻതാര. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അത്രയും ഫെമിലിയർ ആയിട്ടുള്ള വോയിസ് ആണ് ലെനയുടെ. അപ്പൊ ആ ലെനയുടെ വോയിസ് നയൻതാരയ്ക്ക് ഇടുമ്പോൾ ചിലപ്പോൾ അറിയാത്തൊരു വോയിസ് ആയിരുന്നെങ്കിൽ പിന്നെ പ്രശ്നമില്ലായിരുന്നു. എക്സാമ്പിൾ എന്താ പറയുക, രേവതി മാമിന്റെ വോയിസ് ഉണ്ടല്ലേ, ഭയങ്കര സ്ട്രോങ് ആണ്. എന്റെ ആള് ഓൾറെഡി ഡബ് ചെയ്യുന്ന ആളും. അപ്പൊ നയൻതാരക്ക് മലയാളം അറിയില്ലേ? മലയാളിയല്ലേ നയൻതാര? അല്ല, നയൻതാരക്ക് അപ്പൊ മുന്നേക്ക് ഏത് സിനിമയിൽ ആരൊക്കെ നയൻതാര മറ്റേ ആങ്കർ ആയിട്ടല്ലേ വന്നത് ഫസ്റ്റ്? അല്ല, അത് മനസ്സിലായി. പക്ഷെ അല്ല, മലയാളത്തിൽ കുറെ സിനിമ അഭിനയിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ടൊക്കെ ആരാപ്പോ വോയിസ് കൊടുത്തേക്കണേ? ഇല്ല, മറ്റേ ലവ് ആക്ഷൻ ഡ്രാമയിലൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് തമിഴ് ടച്ച് ഉണ്ടോ ഇനി? ചിലപ്പോ അതായിരിക്കും കേട്ടോ, പറയാൻ പറ്റില്ല. പക്ഷെ ആള് മലയാളിയാണ്. അപ്പൊ ആളുടെ ഒരു ഇവൻ തമിഴിലെ പുള്ളി തന്നെയാണ് ഡബ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആളുടെ വോയിസിന് തന്നെ അത്യാവശ്യം ബാസ് ഉണ്ട്. പക്ഷെ ഞാൻ മലയാളത്തിൽ സംസാരിക്കുമ്പോഴേ ഒരു ഭയങ്കര ഒരു ക്യൂട്ട് ഫീൽ തോന്നാറുണ്ട്. അത് ഏതാന്ന് പറയാം, നമ്മുടെ ബോഡി ഗാർഡിന്റെ ടൈമിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് ഈ ജലദോഷം വരുന്ന സമയത്ത് നമ്മൾ സംസാരിക്കില്ലേ, അത് എനിക്ക് ജലദോഷം വരുമ്പോൾ ഞാൻ അങ്ങനെ സംസാരിച്ചിട്ട് ഒരേ കിണുകണ എന്താ പറയുന്നതെന്ന് വെച്ചിട്ട് ഒരു വീഡിയോ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് ജലദോഷം വന്ന് സംസാരിച്ചപ്പോൾ. അതുപോലെ എനിക്ക് തോന്നാറുണ്ട് ആ ഇന്റർവ്യൂവിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ബാസ് വരാത്തോണ്ടാണോ എന്നറിയില്ല, പക്ഷെ തമിഴിൽ നന്നായിട്ട് നല്ല ഒരു സ്ട്രോങ്ങിൽ തന്നെ നയൻതാര സംസാരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നയൻതാര തന്നെ വോയിസ് കൊടുത്തിരുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. പ്രത്യേകിച്ച് ഫസ്റ്റ് തന്നെ നമ്മളത് കാണുമ്പോഴേ ഭയങ്കര ഒരു, പിന്നെ ട്രെയിലറിലല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ അതാണ് സിനിമയിൽ ചിലപ്പോൾ ഇത് കാണിക്കണമെന്നില്ല, ഫസ്റ്റ് സീൻ ചിലപ്പോൾ ഇതാവണമെന്നില്ലല്ലോ. പക്ഷെ എന്തായാലും ഒരു വെച്ച് കിട്ടിയാൽ മുഴച്ചിരിക്കും എന്നുള്ള രീതിയിലൊരു
ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നു ഇല്ലേ, ഒരു അങ്ങനത്തെ ഒരു ഫീല് തോന്നുന്നുണ്ടായിരുന്നു. അത് മാത്രം എനിക്ക് തോന്നില്ല, പ്രത്യേകിച്ച് ആദ്യമേ തന്നെ അത് കേട്ടോണ്ടാവും. പ്രത്യേകിച്ച് രണ്ടുപേരുടെ സൗണ്ട് നമുക്ക് അറിയാം. അപ്പൊ അതുകൊണ്ടാണ്, അതല്ലായിരുന്നെങ്കിലും വലിയ പ്രശ്നമായിരുന്നു. ശരിക്കും വേറെ ആൾക്കാരുണ്ടല്ലോ, വേണമെന്നുണ്ടെങ്കിൽ ലവ് ആക്ഷൻ ഡ്രാമയിലൊക്കെ എനിക്ക് തോന്നുന്നു വേറെ ആരാണ് കൊടുത്തിട്ടുള്ളത് തോന്നുന്നുണ്ട്. ആര്? അതും അറിയില്ല കേട്ടോ എങ്ങനെയാന്നുള്ളത്. പക്ഷെ ആളുടെ സൗണ്ട് ശരിക്കും ആ തമിഴിൽ ഉപയോഗിക്കുന്ന സൗണ്ട് തന്നെ മലയാളത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നന്നായിട്ടുണ്ടാവും. അത് മതിയായിരുന്നു. പക്ഷെ ഇത് എന്തോ ഒരു നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. തോന്നണായിരുന്നാലും പറയണല്ലോ. പക്ഷെ ബാക്കി എല്ലാ സംഭവം അടിപൊളിയായിരുന്നു. ആ ഒരു ടെക്നോളജി സംഭവങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത് അല്ലേ. എനിക്ക് ആ കാറിന്റെ ഷോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ആ ഒരു വെടിവെക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി വരുന്നില്ല ലാലേട്ടനും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മമ്മൂക്കയും, അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത് ആ ഒരു അതിന്റെ ഒരു പോസ്റ്റർ മുന്നേറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കാണുമ്പോഴില്ലേ, അവിടെയാണ് ആ പടത്തിന്റെ സ്റ്റാൻഡേർഡ് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നത്. ഭയങ്കര ക്വാളിറ്റി ഉള്ള മേക്കിംഗ്, ക്വാളിറ്റി ഉള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ സുനിശ്ചാവിനെ ഉപയോഗിച്ചാൽ തന്നെയായിരിക്കും. കാരണം ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം സ്കോർ അത് നല്ല രീതിയിൽ കയറ്റിയിടും, എല്ലാ സമയത്ത് സൈലൻസ് ആക്കുകയും ചെയ്യും. ആ ഒരു സാധനം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും എന്തായാലും കത്തുന്നൊരു സാധനം. അതായത് ഇതൊരു കംപ്ലീറ്റ്ലി ഒരു ലാലേട്ടൻ മമ്മൂക്ക പടം ആയിരിക്കില്ല അല്ലെ, ഒരു ക്യാരക്ടർ ഓറിയന്റഡ് അവർക്ക് പെർഫോം ചെയ്യാനുള്ളത്. പക്ഷെ അവരുടെ പൊട്ടൻഷ്യൽ എല്ലാം സിനിമയിലുണ്ടാവും. അവർക്ക് ഏകദേശം ഓരോപോലെയൊക്കെ സ്ക്രീൻ സ്പേസ് പക്ഷെ കംപ്ലീറ്റ്ലി ഇതൊരു മമ്മൂക്ക മൂവിയാണ്. കാരണം ഞാൻ ഇതുവരെ കേട്ടിടത്തോളം മമ്മൂക്കയാണ് ഇതിന്റെ മെയിൻ സ്റ്റാർ. അതെ അതെ അതെ, കാരണം അങ്ങനെ വിളിക്കുന്നല്ലേ, എന്തോ ഒരു ഹെൽപ്പിന് വേണ്ടിട്ട് വരുന്നല്ലേ. ലാലേട്ടൻ വരുന്ന ഒരു നല്ല മറ്റേ ടൈപ്പ് എൻട്രി ആയിരിക്കും വരുന്ന രീതിയിൽ. എന്തായാലും അങ്ങനെ ഉണ്ടാവും. ലാലേട്ടൻ അങ്ങനെ വരുമ്പോഴേ രസം. നമ്മുടെ SRK പടത്തിനകത്ത് സൽമാൻ ഖാൻ മറ്റേ ഹെലികോപ്റ്ററിൽ വരുന്നില്ലേ, വന്നിട്ട് ട്രെയിനിലുള്ള ഫൈറ്റ്, ആ ഫൈറ്റ്. അപ്പൊ അങ്ങനത്തെ ഒരു എഫക്ട് ഒക്കെ ആയിരിക്കാം ചിലപ്പോ നമുക്ക് കിട്ടാൻ പോകുന്നത്. ആ സൈക്കിൾ ഓടിക്കുന്ന സീനിൽ കണ്ടായിരുന്നോ, ഒരു കാല് പോയേക്കാണ് ലാലേട്ടന്റെ. മറ്റേ ആർമിയാണ്. അപ്പൊ മുന്നേ അതാണ് ഫൗജികളാണല്ലേ, ഫൗജിയുടെ ഒരു ഇതാന്ന് പറഞ്ഞൊരു ഡയലോഗ് ഇല്ലേ. ആൻഡ് ആ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് കാല് മറ്റേ കാലാണ് ഫിറ്റ് ആയിട്ടുള്ള എക്സ്ട്രാ ഫിറ്റ് റൈറ്റ് ലെഗ്. അത് പെട്ടെന്ന് ഷോട്ട് ഇങ്ങനെ കാണുന്ന ആ എൻട്രീന്റെ സമയത്താണ് കാണിക്കുന്നത്. അപ്പോ ആള് മുന്നേ ഓൾറെഡി അതാണ്. ഇവര് രണ്ടുപേരും അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെയാണ് പറഞ്ഞത്. രണ്ടുപേരും ആ കണക്റ്റഡ് ആണ്. ആ ഒരു കറക്റ്റ് ടൈമിൽ ഏകദേശം പറഞ്ഞില്ല, മറ്റേ പഠാൻ പടത്തിനകത്ത് ഹെൽപ്പിന് വരുന്ന പോലെ അങ്ങനത്തെ ഒരു സംഭവമാണ് ഏകദേശം ഫീൽ ചെയ്ത്. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. അവൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല രീതിയിൽ തന്നെയുണ്ട്. അത്യാവശ്യം നല്ലൊരു കണ്ടന്റ്, അതൊരു സ്ട്രോങ് കണ്ടന്റോട് കൂടിയിട്ടുള്ള ഒരു പടമാണ്. വെറും ഒരു പാട്ടും സംഭവമായിട്ട് അങ്ങനെ ഒരു ജസ്റ്റ് ഒരു സെലിബ്രേഷൻ മാത്രമല്ല സംഭവം. ഈ ഇതിനകത്ത് കാണിച്ച പോലെ എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ പടം കത്തിക്കേറാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ ഈ ഒരു കോമ്പിനേഷൻ ആഫ്റ്റർ എ ലോങ് ടൈം വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഇറങ്ങുന്ന ദിവസം അടിപൊളിയാണ്. മെയ് 1 അറ്റ് ദ സെയിം ടൈം നമുക്ക് അറിയാം വെക്കേഷൻ ടൈമിൽ ഇറങ്ങുന്നത്. അപ്പൊ യൂഷ്വലി ഉള്ള ഒരു ടൈമിനേക്കാളും കുറച്ചുകൂടി ചാൻസ് കൂടുതലുണ്ടായിരിക്കും പടത്തിന് നല്ല രീതിയിൽ കത്തിക്കേറാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. അടുത്ത വീഡിയോയിൽ കാണാം.